നമസ്കാരം. തമിഴകത്തെ 6 മുരുകക്ഷേത്രങ്ങളിലേക്ക് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ തീർത്ഥാടനം അനുവദിക്കുന്ന സ്റ്റാലിൻ സർക്കാരിന്റെ പദ്ധതിക്ക് മികച്ച പിന്തുണയായിരുന്നു തമിഴകത്ത് നിന്നും ലഭിച്ചത്. അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP സംസ്ഥാനത്ത് ശക്തി പ്രാപിച്ചപ്പോൾ തുടങ്ങിയതാണ് സ്റ്റാലിൻ ഈ ഹിന്ദു വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുള്ള നീക്കങ്ങളൊക്കെയും. അതിന്റെ ഭാഗമായിട്ടായിരുന്നു മുതിർന്ന പൗരന്മാർക്ക് ഇത്തരത്തിൽ മുരുകക്ഷേത്രങ്ങളിലേക്കുള്ള സൗജന്യ തീർത്ഥാടനം DMK സർക്കാർ നൽകി വന്നിരുന്നത്. ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലും സ്റ്റാലിൻ മോഡൽ പദ്ധതിയുമായി കളം നിറയുകയാണ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി തീർത്ഥ ദർശൻ യോജന എന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാ വയോധികർക്കും ഈ ആനുകൂല്യം ലഭ്യമാകുമെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. വയോധികർക്ക് തീർത്ഥാടനം നടത്താനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ പോലും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അവ നടക്കുന്നില്ല എന്നുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിനുള്ള പരിഹാരം കൂടിയാണ് ഇത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി മഹാരാഷ്ട്രയിൽ സൗജന്യങ്ങളുടെ പെരുമഴ കാലമാണ്. സ്ത്രീകൾക്ക് ധനസഹായം, അതിനോടൊപ്പം തന്നെ വയോധികർക്കായുള്ള വിവിധ പദ്ധതികൾ, പെൺകുട്ടികൾക്ക് ഉള്ള പദ്ധതികൾ, ഇതൊക്കെയും സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. സ്റ്റാലിൻ മോഡൽ പരീക്ഷണങ്ങൾ മഹാരാഷ്ട്രയിൽ വിജയം കാണുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ പദ്ധതികൾ തന്നെയാണ് സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ജനപ്രിയ പദ്ധതികൾ സർക്കാർ നൽകി വരുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള വലിയ ആശങ്ക പ്രതിപക്ഷ ക്യാമ്പായ മഹാവികാസ് അഘാഡിയിൽ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.